ഹായ് ഓൾ, ഈ വീഡിയോയിൽ ലോ ഓഫ് ക്രൈംസിലെയും ലോ ഓഫ് ടോർട്സിലെയും ലീഗൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലീഗൽ പ്രിൻസിപ്പിൾ. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. ഫാക്ട്. എ പോലീസ് ഓഫീസർ എ വിത്തൗട്ട് വാറന്റ് അപ്രഹെൻസ് റോഹൻ who has committed murder and is running for cover. സോ ഇതിൽ ഫാക്റ്റ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ വാറൻറ്റ് ഇല്ലാതെ ഒരാളെ, അത് മർഡർ കമ്മിറ്റ് ചെയ്ത ഒരാളെ പിടിക്കുന്നതാണ് ഫാക്റ്റ്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണ്? നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ്. അപ്പം ഇതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ദ ഒഫൻസ് ഓഫ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഓപ്ഷൻ ബി, A cannot apprehend Rohan without a warrant issued by court of law. Option C, A is guilty of the offence of wrongful confinement. Option D, X may be guilty of the offence of wrongful restraint. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് ഓഫ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഒരു പോലീസ് ഓഫീസർ വാറൻറ്റ് കൂടാതെ ഒരു കൊലപാതകം ചെയ്ത ആളെ പിടികൂടി എന്ന് പറയുന്നത് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഹീ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് ഓഫ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ലീഗൽ പ്രിൻസിപ്പിൾ. നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഈസ് ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. അപ്പോൾ 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒഫൻസ് അല്ല എന്നാണ് പറയുന്നത്. ഫാക്റ്റ് എന്താണ്? A child born on January 1st, 2013 has killed another child B on December 30, 2017. സോ ഇതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ്. ഓപ്ഷൻ ബി, എ ഹാസ് നോട്ട് കമ്മിറ്റഡ് ദ ഒഫൻസ് ഫോർ ഓൺ ദ ഡേറ്റ് ഓഫ് കില്ലിംഗ് ഓഫ് ബി. ഓപ്ഷൻ സി, എ ഹാസ് കമ്മിറ്റഡ് ദ ഒഫൻസ് ആസ് ഇറ്റ് ഈസ് ഹീനസ് ക്രൈം. ആൻഡ് ഓപ്ഷൻ ഡി, കില്ലിംഗ് ഓഫ് വൺ ചൈൽഡ് ബൈ അനദർ ചൈൽഡ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് എ ഹാസ് കമ്മിറ്റഡ് നോ ഒഫൻസ് ചെയ്തിട്ടില്ല. കാരണം 2013 ജനിച്ച ആൾ 2017 എന്ന് പറയുമ്പോൾ 7 വയസ്സിന് താഴെയാണല്ലോ. അപ്പോൾ 7 വയസ്സിന് താഴെ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒഫൻസ് അല്ല എന്ന് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അപ്പം ഈ കുട്ടി എ ചെയ്തതൊരു ഒഫൻസായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ എ ഹാസ് നോട്ട് കമ്മിറ്റഡ് എനി ഒഫൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ലീഗൽ പ്രിൻസിപ്പിൾ. ഹൂഎവർ കോസസ് ഡെത്ത് ബൈ ഡൂയിങ് ആൻ ആക്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത് ഓർ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി ആസ് ഈസ് ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ വിത്ത് ദ നോളജ് ദാറ്റ് ഹീ ഈസ് ലൈക്ലി ബൈ സച്ച് ആക്ട് ടു കോസ് ഡെത്ത് കമ്മിറ്റ്സ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഫാക്റ്റ് നോക്കാം. എ നോസ് ഇസഡ് ടു ബി ബിഹൈൻഡ് എ ബുഷ്. ബി ഡസ് നോട്ട് നോ ഇറ്റ്. എ ഇൻറ്റൻറ്റിംഗ് ടു കോസ് or knowing it to be likely to cause Z's death induces B to fire at the bush. B fires and kills Z. ഈ ഫാക്റ്റിൽ പറയുന്നത് എയ്ക്ക് അറിയാം ഇസഡ് ബുഷിൻ്റെ ബിഹൈൻഡിലുണ്ടെന്ന് അറിയാം. ബിക്ക് ആണെങ്കിൽ അത് അറിയില്ല. ബട്ട് എയ്ക്ക് ഇസഡിനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ബീനോട് പറയുകയാണ്, ഫയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ബി ഫയർ ചെയ്യുകയും ഇസഡ് മരിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു ഫാക്റ്റ് അനുസരിച്ചിട്ട് ഓപ്ഷൻ എ പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഓപ്ഷൻ ബി പറയണത് എന്താണ്? ബി ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ഓപ്ഷൻ സി പറഞ്ഞ ബോത്ത് എ ആൻഡ് ബി ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ്. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഡസ് നോട്ട് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് ഡേറ്റ ഓർ ഇറ്റ് ഈസ് വേക്ക്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ഇവിടെ എ ആണ് ശരിക്കും കമ്മിറ്റഡ് ദി ഒഫൻസ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത്. കാരണം ബി അറിയാതെയാണ് അത് സംഭവിക്കുന്നത്. എ ആണ് ഇൻറ്റൻഷനോ അയാളെ ഇസഡിനെ കൊല്ലണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നത് എയ്ക്കായിരുന്നു. സോ ഇവിടെ എ ആണ് കൾപ്പബിൾ ഹോമിസൈഡ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യന് ലീഗൽ പ്രിൻസിപ്പിൾ 1 എന്ന് പറയുന്നത് എനി പേഴ്സൺ മേ യൂസ് റീസണബിൾ ഫോഴ്സ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഹിസ് പ്രോപ്പർട്ടി ഓർ പേഴ്സൺ. ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾ 2 എന്ന് പറയുന്നത് ഫോഴ്സ് എംപ്ലോയിഡ് മസ്റ്റ് ബി proportionate to the apprehended danger. So in the fact നോക്കാം. Karan was walking on a isolated path. Maninder came with a knife and told Karan, your life or your purse. So Karan pulled out his revolver. On seeing it, Maninder ran. Karan shot Maninder in his legs.
Option A, Karan will not be punished as there was danger to his property. Option B, Karan will not be punished as the force he used was proportionate to the apprehended injury. Option C, Karan will be punished as the force he used was disproportionate to the apprehended danger or injury. And option D, Maninder ran to escape. There was no longer a threat to Karan's property, so Karan will be punished. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവിടെ കരൺ നടന്നു പോകുമ്പോൾ അവിടെ മനിന്ദർ വരുന്നു, കത്തി ചൂണ്ടിയിട്ട് ഭീഷണിപ്പെടുത്താണ്. പക്ഷേ ഇയാൾ തിരിച്ച് തോക്കെടുക്കുമ്പോൾ തന്നെ എന്താണ് മനിന്ദർ തിരിച്ചു ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു നോ ലോങ്ങർ എ ത്രെറ്റ് ടു കരൺസ് പ്രോപ്പർട്ടി എന്നാണ്. സോ ഹി വിൽ ബി പണിഷ്ഡ്. അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. അപ്പം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, എ പ്ലെയിൻറ്റിഫ് ഈസ് നോട്ട് ഡിസേബിൾഡ് ഫ്രം റിക്കവറിംഗ് ബൈ റീസൺ ഓഫ് ബീങ് ഹിംസെൽഫ് എ റോങ് ഡൂവർ unless some unlawful act or conduct on his own part is connected with the harm suffered by him as part of the same transaction. This is called the principle of plaintiff the wrongdoer. അപ്പം ഇവിടെ പ്ലെയിൻറ്റിഫ് തന്നെ റോങ് ഡൂവർ ആവുകയാണ്. കാരണം അയാൾക്ക് സംഭവിക്കുന്ന ഹാമിന് അയാൾ തന്നെ കാരണമായി എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത ഫാക്റ്റ് നോക്കാം. കിം ആൻഡ് ഷീല ആർ നെക്സ്റ്റ് ഡോർ നൈബേഴ്സ്. ഹൗവർ ദേ കനോട്ട് സ്റ്റാൻഡ് ഈച്ച് അതർ ആൻഡ് ഹാവ് ഫ്രീക്വൻറ്റ് ക്വാറൽസ് between them. In the night, Kim steals into Sheila's property claiming he wanted to take a walk in the latter's garden. Sheila had a pet dog called Yumi who jumped at Kim, and Kim files a suit claiming damages from Sheila. Will she succeed in this case? Decide. Option A പറയുന്നത് Kim will succeed because Sheila forgot to tie her dog. Option B, Kim will succeed because she just wanted to take a walk and not commit any wrong. Option C, Kim will not succeed because she trespassed into Sheila's garden and it was her own conduct that the dog jumped at her. And option D, Kim will not succeed because she irritated the dog by coming into the dead of the night. So the correct answer option C ആണ്. ഇവിടെ എന്താണ്, കിം ഷീലയുടെ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നു. അത് ട്രെസ്പാസറായിട്ടാണ്, ഷീലയുടെ അനുവാദം കൂടാതെയാണ് കിടക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്ന കിം സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അയാൾ തന്നെ ഇവിടെ റോങ് ഡൂവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കിം വിൽ നോട്ട് സക്സീഡ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത പ്രിൻസിപ്പൽ, ആൻ ഇൻഎവിറ്റബിൾ ആക്സിഡൻറ്റ് ഓർ അൺഅവോയ്ഡബിൾ ആക്സിഡൻറ്റ് ഇസ് ദാറ്റ് വിച്ച് കുഡ് നോട്ട് പോസിബിളി ബി പ്രിവെൻറ്റഡ് ബൈ ദി എക്സസൈസ് ഓഫ് ഓർഡിനറി കെയർ ഓർ കോഷൻ ആൻഡ് സ്കിൽ. അപ്പോൾ നമ്മുടെ ഓർഡിനറി കെയർ വെച്ചിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇൻഎവിറ്റബിൾ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ഫാക്റ്റ് നോക്കാം. സാൻഡി ആൻഡ് ഷായാക്ക് വെൻറ്റ് ടു ദി സുന്ദർബാൻസ് to shoot pheasants. Sandy's bullet skidded off the bark of a tree and hit Shayak while he was talking on the phone. Shayak was injured and sued his friend for compensation. Decide. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സാൻഡി ഈസ് ലയബിൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ബുള്ളറ്റ് ദാറ്റ് ഹിറ്റ് ഷായാക്ക്. ഓപ്ഷൻ ബി, സാൻഡി ഈസ് ലയബിൾ ബിക്കോസ് ഹി വാസ് ഷൂട്ടിംഗ് ഫെസൻസ് വിച്ച് ഈസ് ആൻ ഇല്ലീഗൽ ആക്ട്. ഓപ്ഷൻ സി, സാൻഡി വിൽ നോട്ട് ബി ലയബിൾ ബിക്കോസ് ഇറ്റ് വാസ് unforeseeable that the bullet would hit Shayak. And option D, Sandy will not be liable because Shayak is at fault for roaming nearby when Sandy was shooting. അപ്പോൾ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു ഇൻഎവിറ്റബിൾ ആക്സിഡൻ്റ് ആണ്. കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻഎവിറ്റബിൾ ആക്സിഡൻ്റ് എന്ന് പറയാം. ഈ ഒരു കേസിൽ സാൻഡി വിൽ നോട്ട് ബി ലയബിൾ. അടുത്ത പ്രിൻസിപ്പിൾ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ് ആൻ എക്സ്ക്യൂസ് ബട്ട് മിസ്റ്റേക്ക് ഓഫ് ലോ ഈസ് നോട്ട്. ഫാക്റ്റ് നോക്കാം. രൂപ റൺസ് an auction shop on the Marina Beach. Yashika is an entrepreneur who asks her friend Ruba to auction off some ill-gotten goods that the former has smuggled in from Bangladesh. Ruba ran all the usual checks on the goods and was reasonably confident that the goods were genuine. She auctioned off the goods and then the anomaly was detected and the new owner sued Rupa. Option A പറയുന്ന Ruba is liable because she auctioned off smuggled goods. Option B, Ruba is liable because she should have checked in a better way and not cheated her customers. Option C, Ruba is not liable because she had performed all the checks and was reasonable in her approach. And option D, Ruba is not liable because she
sold off the goods under a genuine mistake. ഇവിടെ പ്രിൻസിപ്പിളിൽ എന്താണ് പറയുന്നത്, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഈസ് ആൻ എക്സ്ക്യൂസ് എന്ന് പറയുന്നുണ്ട്. അതായത് രൂപയ്ക്ക് ഇവിടെ സംഭവിച്ചത് ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ്, അതൊരു ജെനുവിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക്. രൂപ വിചാരിക്കുന്ന ഈ ഗുഡ്സ് ജെനുവിൻ ആയിട്ടുള്ളതായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്, അതൊരു എക്സ്ക്യൂസബിൾ ആണ്. അതുകൊണ്ട് തന്നെ രൂപ ഇസ് നോട്ട് ലയബിൾ. അടുത്തത്, എ കെയർലെസ് പേഴ്സൺ ബിക്കംസ് ലയബിൾ ഫോർ ഹിസ് നെഗ്ലിജൻസ് വെൻ ഹി ഓപ്റ്റ് എ ഡ്യൂട്ടി ഓഫ് കെയർ ടു അതേഴ്സ്. കെയർ എടുക്കാനുള്ള ഡ്യൂട്ടി ഉള്ള ടൈമിൽ അയാൾ നെഗ്ലിജൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്താൽ ഈസ് ലയബിൾ എന്നാണ് പറയുന്നത്. ഫാക്റ്റ് നോക്കാം. ആസ് ദ ബസ് വാസ് ലീവിംഗ് ദ പ്ലാറ്റ്ഫോം, ചോക്സി റഷ്ഡ് ആൻഡ് ബോർഡേഡ് ദി ബസ് കീപ്പിംഗ് ദ ഡോർ ഓപ്പൺ. ധക്കൻ, who was standing at the edge of the platform, was hit by the door of the moving bus and injured. Thakkan takes Choksi to court demanding monetary compensation. Decide. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്, ചോക്സി ഈസ് ലയബിൾ ടു ധക്കൻ ഫോർ നോട്ട് ഹാവിംഗ് ടേക്കൻ കെയർ ടു ക്ലോസ് ദ ഡോർ ഓഫ് ദ മൂവിംഗ് ബസ്. ഓപ്ഷൻ ബി, ചോക്സി ഈസ് നോട്ട് ലയബിൾ ടു ധക്കൻ ആസ് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ കണ്ടക്ടർ ഓഫ് ദ ബസ് ടു ക്ലോസ് ദ ഡോർ. ആൻഡ് ഓപ്ഷൻ സി, ചോക്സി ഈസ് നോട്ട് ലയബിൾ ടു ധക്കൻ ആസ് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ ലാറ്റർ ടു ടേക്ക് സഫിഷ്യൻറ്റ് കെയർ വൈൽ സ്റ്റാൻഡിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ആസ് നോട്ട് ടു എക്സ്പോസ് വൺസെൽഫ് ടു സച്ച് ആൻ ആക്സിഡൻറ്റൽ ഹാം. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് ചോക്സി ഈസ് ലയബിൾ ടു ധക്കൻ ഫോർ നോട്ട് ഹാവിംഗ് ടേക്കൺ കെയർ ടു ക്ലോസ് ദ ഡോർ ഓഫ് ദി മൂവിംഗ് ബസ്. അപ്പോൾ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോറ് കയറിയ ആൾക്ക് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, അത് ചെയ്യാതെ കെയർലെസ് ആയതുകൊണ്ടാണ് മറ്റാൾ ഇൻജുവേർഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോക്സി ലയബിൾ ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്തത് നോക്കാം. പ്രിൻസിപ്പൽ, എ കമ്മിറ്റ്സ് എ ടോർട്ട് ഇഫ് വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ he persuades B to breach his contract with the C. Fact, Mr. Mehta, who is a workman in National Steel Company, persuades Mr. Jose to join the strike along with others, demanding the reinstatement of a convicted worker of the National Steel Company. Mr. Jose joined the strike. Option A, Mr. Mehta is right in doing so. Option B, strike is a worker's right, so there is nothing wrong in going on strike. Option C, Mr. Mehta has committed a tort. And option D, Mr. Jose has committed a tort. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് മിസ്റ്റർ മെഹത്ത ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് മിസ്റ്റർ മെഹത്തയാണ് മറ്റൊരാളെ, ജോസിനെ പേഴ്സ്വേഡ് ചെയ്യാണ് സ്ട്രൈക്കിൽ ജോയിൻ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇവിടെ എ ബീനോട് പേഴ്സ്വേഡ് ചെയ്യാണ് ബ്രീച്ച് ഹിസ് കോൺട്രാക്ട് വിത്ത് സ്ട്രീ. അപ്പോൾ വിത്തൗട്ട് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ആണെങ്കിൽ എ എന്താണ്, ഒരു ടോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, മിസ്റ്റർ മെഹത്ത ഇവിടെ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തു. അടുത്ത പ്രിൻസിപ്പിൾ, ഹൂഎവർ മേക്സ് എനി ഫാൾസ് ഡോക്യുമെൻറ്റ് ഓർ പാർട്ട് ഓഫ് എ ഡോക്യുമെൻറ്റ് വിത്ത് intent to cause damage or injury to the public or to any person, or to support any claim or title, or to cause any person to part with property, or to enter into any express or implied contract, or with intent to commit fraud, or that fraud may be commits forgery. അപ്പോൾ എന്താണ് ഫോർജറി കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള IPC കൊടുത്തിട്ടുള്ള ഫോർജറിയുടെ ഡെഫിനിഷനാണിത്. ഇതിൻ്റെ ഫാക്റ്റ് എന്താണ്, എ വിത്തൗട്ട് ഇസഡ്സ് അതോറിറ്റി അഫിക്സസ് ഇസഡ്സ് സീൽ ടു എ ഡോക്യുമെൻറ്റ് പർപ്പോർട്ടിംഗ് ടു ബി എ കൺവേയൻസ് ഓഫ് ആൻ എസ്റ്റേറ്റ് ഫ്രം ഇസഡ് ടു എ വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് സെല്ലിംഗ് ദി എസ്റ്റേറ്റ് ടു ബി ആൻഡ് ദെയർബൈ ഓഫ് ഒബ്റ്റെയിനിങ് ഫ്രം ബി ദി പർച്ചേസ് മണി. ഓപ്ഷൻ എ പറയുന്നത് എ ഹാസ് കമ്മിറ്റഡ് ഫോർജറി. ഓപ്ഷൻ ബി, ബി ഹാസ് കമ്മിറ്റഡ് ഫോർജറി. ഓപ്ഷൻ സി, എ ആൻഡ് ബി ഹാവ് കമ്മിറ്റഡ് ഫോർജറി. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഇസഡ് ഹാസ് കമ്മിറ്റഡ് ഫോർജറി. സോ ഇവിടുത്തെ ഫാക്റ്റ് അനുസരിച്ച് എ ഇസഡിൻ്റെ അതോറിറ്റി കൂടാതെ ഇസഡിൻ്റെ സീല് ഒരു ഡോക്യുമെൻറ്റിൽ അഫിക്സ് ചെയ്യുവാണ്. അപ്പം ഇവിടെ ഇസഡിൻ്റെ അതോറിറ്റി ഇല്ലാതെയാണ് എ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എ ആണ് ഇവിടെ ശരിക്കും ഫോർജറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, എ ഹാസ് കമ്മിറ്റഡ് ഫോർജറി. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ലീഗൽ റീസണിങ്ങിൽ ലോ ഓഫ് ടോർട്സിലെയും ലോ ഓഫ് ക്രൈമിലെയും ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ വർഷം ക്ലീ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഈ വീഡിയോകൾ എത്തിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.